നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമൈനിയുടെ സംസ്കാരത്തിൽ പങ്കെടുക്കാനായി ഇന്ത്യയിൽ നിന്നും ഇറാനിലേക്ക് യാത്ര തിരിക്കാൻ ശ്രമിച്ച കശ്മീർ വിഘടനവാദി ആഗാ സയ്യിദ് ഹസൻ മൗസവിയുടെ യാത്ര തടഞ്ഞ് ഇമിഗ്രേഷൻ അധികൃതർ. മൗസവി ഒരു വിഘടനവാദി നേതാവാണ്, കശ്മീർ വിഘടനവാദി നേതാവാണ്, കശ്മീരിനെ സ്വതന്ത്രമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ്, ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വേദികളിൽ ഇയാൾ എപ്പോഴും കശ്മീരിനെക്കുറിച്ചും ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്താനും ശ്രമിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു നേതാവാണ് ഇയാളൊരു മതപുരോഹിതനൊക്കെയാണ്. ഇയാളാണ് ഈ ഇറാനിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്നത്. സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി അവിടെ നടക്കുന്ന ചടങ്ങുകളിൽ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്താനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പദ്ധതി. ഇദ്ദേഹം ഒരു ഷിയ പുരോഹിതനാണ്. മെഹബൂബ മുഫ്തിയുടെ പാർട്ടിയായ PDP, ആ PDPയുടെ മറ്റൊരു നേതാവായ ആഗാ മുൻതാസിർ മെഹദിയുടെ പിതാവാണ് ഈ ആഗാ സയ്യിദ് ഹസൻ മൗസവി. ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഇന്ത്യ വിരുദ്ധനാണ്, കശ്മീർ വിഘടനവാദി നേതാവാണ്. കേന്ദ്ര സർക്കാർ എപ്പോഴും ഇദ്ദേഹത്തെ ഒരു നിരീക്ഷണത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ്. ഇയാളാണ് വിമാനം കയറി നേരെ ഇറാനിലെത്താനും അവിടെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്താനും ശ്രമിച്ചത്. അയത്തുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് 5 പേർക്ക് കശ്മീരിൽ നിന്നും ക്ഷണമുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ഈ ആഗാ സയ്യിദ് ഹസൻ മൗസവി. ആഗാ സയ്യിദ് ഹസൻ മൗസവിക്ക് പുറമെ കശ്മീരിൽ നിന്നും ആഗാ റുഹുള്ള മെഹദി, അതോടൊപ്പം തന്നെ ഇമ്രാൻ അൻസാരി, സയ്യിദ് ഹാരി എന്നീ ഷിയ നേതാക്കളും മെഹബൂബ് മുഫ്തിയെയും ക്ഷണിച്ചിട്ടുണ്ട് ഇറാൻ. ഇവരെല്ലാം ക്ഷണിക്കപ്പെട്ട അതിഥികളായി ഇറാനിലേക്ക് കൊണ്ടുപോകാനായി പ്രത്യേക വിമാനം ഇറാൻ സർക്കാർ അയച്ചിരുന്നു. അങ്ങനെ ഈ ഇറാൻ സർക്കാർ അയച്ച പ്രത്യേക വിമാനത്തിൽ കയറാനായി എമിഗ്രേഷൻ അധികൃതരുടെ അടുത്തെത്തിയപ്പോഴാണ് ഈ ആഗാ സയ്യിദ് ഹസൻ മൗസവി പിടിക്കപ്പെട്ടത്. അദ്ദേഹത്തോട് ഇന്ത്യക്ക് പുറത്തു പോയി ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തില്ല എന്ന് ഉറപ്പു തരണം എന്ന് എമിഗ്രേഷൻ അധികൃതർ പറഞ്ഞു. എന്നാൽ അതിന് ഈ മൗസവി തയ്യാറായില്ല. അതിനെ തുടർന്ന് മൗസവിയുടെ പാസ്പോർട്ട് പിടിച്ചെടുക്കുന്നു. ആ പാസ്പോർട്ട് പിടിച്ചെടുത്ത് തുടർ നടപടികൾക്കായി പോലീസിനെ ഏൽപ്പിക്കുകയാണ് എമിഗ്രേഷൻ അധികൃതർ ചെയ്തത്. മറ്റു 4 പേരും ഇറാൻ സർക്കാർ അയച്ച വിമാനത്തിൽ കയറി പോവുകയായിരുന്നു. അതായത് ഈ ഇറാൻ്റെ പരമോന്നത ആത്മീയ നേതാവായിരുന്ന അയത്തുള്ള ഖമേനി കഴിഞ്ഞ ഫെബ്രുവരി 28 നടന്ന സൈനിക നടപടിയിലാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ സൈനിക നടപടിയുടെ ആദ്യ ദിവസമാണ് കൊല്ലപ്പെടുന്നത്. അയത്തുള്ള ഖമേനി എന്നത്തെയും പോലെ തൻ്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. തൻ്റെ വസതിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത വ്യോമാക്രമണം അന്ന് ഉണ്ടായത്. അയത്തുള്ള ഖമേനിയുടെ വസതിക്ക് നേരെ ഉണ്ടായത്. ബോംബുകളും മിസൈലുകളും എല്ലാം വർഷിക്കപ്പെടുകയായിരുന്നു. ആ ആക്രമണത്തിലാണ് അയത്തുള്ള ഖമേനിയും ഈ മുതിർന്ന ഉദ്യോഗസ്ഥരുമെല്ലാം കൊല്ലപ്പെട്ടത്. അയത്തുള്ള ഖമേനിയുടെ ചില കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മുജ്തബ ഖമേനി അടക്കമുള്ളവർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാവുകയും ചെയ്തു. മുജ്തബ ഖമേനിയെയാണ് ഇപ്പോൾ അയത്തുള്ള ഖമേനിയുടെ പിൻഗാമിയായി ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധം, ആ യുദ്ധത്തിൻ്റെ സൈനിക ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ്റെ ആണവായുധങ്ങൾ കൈക്കലാക്കുക എന്നതായിരുന്നു ഈ ലക്ഷ്യങ്ങളിലൊന്ന്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ അവസാനിപ്പിക്കുക എന്നതും മറ്റൊരു ലക്ഷ്യമായിരുന്നു. എന്നാൽ ഇത് രണ്ടും നേടാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. പക്ഷേ അമേരിക്കയും ഇസ്രായേലും കനത്ത ആക്രമണം നടത്തി ആ രാജ്യത്തെ നശിപ്പിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും സമാധാന ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദ്യം വെടിനിർത്തൽ കരാർ വരുന്നു, പിന്നീട് സമാധാന ചർച്ചകളിലേക്ക് പോകുന്നു. സമാധാന ഉടമ്പടി ഒപ്പിട്ട് കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അയത്തുള്ള ഖമേനിയുടെ ഖബറടക്ക ചടങ്ങുകൾ നടക്കുന്നത്. യുദ്ധ സാഹചര്യങ്ങളായതിനാണ് അയത്തുള്ള ഖമേനിയുടെ മൃതദേഹം ആദ്യം സംസ്കരിക്കാത്തത്. മുജ്തബ ഖമേനി അടക്കമുള്ളവർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നതും മറ്റൊരു കാരണമാണ്. എന്തായാലും ഇനിയിപ്പോൾ ചടങ്ങുകൾ നടക്കുകയാണ്. യുദ്ധത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടത്താം എന്ന് ഇറാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോഴും മുജ്തബ ഖമേനി അടക്കമുള്ള പല പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല സുരക്ഷാ കാരണങ്ങളാൽ എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത.
ഈ ചടങ്ങുകൾക്കിടെ, സംസ്കാര ചടങ്ങുകൾക്കിടെ അമേരിക്കയോ ഇസ്രയേലോ ആക്രമിക്കാനും സാധ്യതയുണ്ട് എന്ന് ഇറാൻ കരുതുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആക്രമിക്കാൻ ശ്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കും എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ഏതാണ്ട് 3.5 കോടിയോളം വരുന്ന ജനങ്ങൾ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് ഇറാൻ അധികൃതർ പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും നേതാക്കന്മാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഇറാൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ നരേന്ദ്രമോദി നേരത്തെ നിശ്ചയിച്ച വിദേശ സന്ദർശനങ്ങൾ ഉള്ളതിനാൽ ഇറാനിലേക്ക് പോകുന്നില്ല. മറിച്ച് ബീഹാർ ഗവർണറും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിയും ഉൾപ്പെടുന്ന സംഘമാണ് കേന്ദ്ര സർക്കാർ പ്രതിനിധിയായി ഇറാനിലേക്ക് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി പോകുന്നത്. അവിടെ നിന്നും കശ്മീരിൽ നിന്നും ഈ ഇറാനിലേക്ക് പോകുന്ന സംഘത്തിലാണ് ഈ ആഗാ സയ്യിദ് ഹസൻ മൗസഫി ഉൾപ്പെട്ടിരുന്നത്. ആ മൗസഫിയുടെ യാത്രയാണ് ഇപ്പോൾ തടഞ്ഞു വച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി സംസ്കാര ചടങ്ങുകൾ നീളും. അതിനുശേഷം ടെഹ്റാനിലും അതോടൊപ്പം തന്നെ വിവിധ പട്ടണങ്ങളിലും നടക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം അയത്തുള്ള ഖമേനിയുടെ ജന്മനാടായ മെഷാദിൽ വെച്ചിട്ടായിരിക്കും ഖബറടക്കം നടക്കുക. ഇങ്ങനെ ഇറാനിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3.5 കോടിയോളം ജനങ്ങളാകും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുക എന്നാണ് ഇറാൻ അധികൃതർ കണക്ക് കൂട്ടുന്നത്. ഈ സാഹചര്യത്തിലാണ് കശ്മീരിൽ നിന്നുള്ള 5 അംഗ സംഘത്തിലെ ഒരാൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തത്. ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തില്ല എന്നുറപ്പ് നൽകാൻ ആഗാ സയ്യിദ് ഹസൻ മൗസഫി തയ്യാറായില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് യാത്ര തടഞ്ഞു വെച്ചത്.